സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നുവെന്ന് നമുക്കറിയാം. ഇന്ന് ഇക്കാര്യം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. നെൽകൃഷി മേഖല നേരിടുന്ന പ്രതിസന്ധി ശ്രദ്ധ ക്ഷണിക്കലിനായും നിയമസഭയിൽ വരും. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭ ഇന്ന് സമ്മേളിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച CPIM പ്രതിരോധത്തിലായ നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സൂചിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CPI അടക്കം കണ്ണൂരിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIMനെതിരെ ഉയർത്തിയ വിമർശനം അതടക്കം ഒരുപക്ഷെ ഇന്ന് നിയമസഭയിൽ ചർച്ചയാകും. സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ ആത്മഹത്യയാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് സേനയിലെ അശാസ്ത്രീയമായ ചില പ്രവർത്തന രീതികളടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുക എന്നുള്ളതായിരിക്കും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടും അവരുടെ മാനസിക സമ്മർദ്ദമടക്കം കുറയ്ക്കാൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഇന്ന് പ്രധാനമായും നിയമസഭയിൽ ഉയർത്തും. നെൽകൃഷി മേഖല നേരിടുന്ന പ്രതിസന്ധി അതിന് ശ്രദ്ധ ക്ഷണിക്കലായി കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ നെല്ല് സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ. അത് മാത്രവുമല്ല കർഷകർ നേരിടുന്ന ദുരിതമടക്കമുള്ള കാര്യങ്ങളും ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരും. വനം മൃഗസംരക്ഷണ വകുപ്പുകളുടെ ഉപദിനാഭ്യർത്ഥന ചർച്ചകളാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിന്ന് ചോദ്യോത്തര വേളയിൽ ഉയരുകയും ചെയ്യും. താങ്ക് യു ഷബീദ് റാവുത്തർ.